ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ. നമ്മളെല്ലാവരും രാമനാമം ജപിക്കാറുണ്ട് അല്ലേ? രാമനാമം എങ്ങനെയെങ്കിലും ഭഗവാന്റെ ഒരു നാമം പറയാതിരിക്കില്ല. അതിലുള്ള ഒരു കുഞ്ഞു രഹസ്യമുണ്ട് കേട്ടോ. കുഞ്ഞു രഹസ്യമായാലും അത് വളരെയധികം നമുക്ക് ഊർജത്തിനെ പ്രദാനം ചെയ്യുന്ന രണ്ട് മന്ത്രങ്ങളുടെ സ്രോതസ്സും കൂടിയിട്ടാണ്. രാമ എന്ന് ജപിക്കുമ്പോൾ നമ്മൾ ഒരേ സമയം വിഷ്ണു സഹസ്രനാമം ശിവസഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യമാണ് രാമ എന്നൊരു നാമം ജപിക്കുന്നത് എന്നുള്ളത് ഒരാളും ചിന്തിക്കാറില്ല. പക്ഷേ അങ്ങനൊരു രഹസ്യം കൂടിയിട്ടുണ്ട്. രാ എന്നത് നാരായണത്തിലെ നാരായണ എന്നതിലത്തെ ബീജാക്ഷരാണ് കേട്ടോ. മാ എന്നത് നമശിവായയിലത്തെ ബീജാക്ഷരാണ്. ഈ രണ്ട് അക്ഷരങ്ങളും ചേർന്നപ്പോൾ രാമ എന്ന നാമധേയുണ്ടായത്. അപ്പോൾ എല്ലാവർക്കും ഏകാദശി ദിവസം ഇത് കേൾക്കാനും രാമ എന്ന നാമം ജപിക്കാനും ഭഗവാൻ യോഗം വരുത്തട്ടെ. ഹരേ കൃഷ്ണ. ജയ് ശ്രീരാധേ.